ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ മുകുന്ദന് രമ്യ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. മുകുന്ദൻ അത് കഴിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാഴ്സൽ ഫുഡും വാങ്ങിച്ചുകൊണ്ട് രുക്കു വരികയാണ്. രുക്കു മുകുന്ദന് ഓപ്പോസിറ്റായി അങ്ങനെ ഇരുന്ന് കഴിക്കാനായി പോവുകയാണ്. രുക്കു അപ്പൊ രമ്യയോട് ചോദിക്കുന്നുണ്ട്, രമ്യേച്ചി കഴിക്കുന്നില്ലേ എന്ന്. രമ്യ ഇപ്പൊ പറയുന്നുണ്ട്, എനിക്കിപ്പോ വേണ്ട, വിശപ്പില്ല എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അത് വീട്ടിലുണ്ടാക്കുന്ന ഐറ്റം എന്നും കഴിച്ചിട്ടാണ്. ഒരു ദിവസം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു നോക്ക്. ആണുങ്ങളാണെങ്കിൽ പുറത്തു പോകുമ്പോൾ നമ്മളറിയാതെ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കഴിക്കും. നമുക്കതിനുള്ള ചാൻസ് കിട്ടാറില്ലല്ലോ എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, അതിന് എന്നെ മുകുന്ദേട്ടൻ അമ്പലത്തിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാറുണ്ട് എന്ന് രമ്യ പറയുമ്പോൾ രുക്കു മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിടിച്ചു കയറാനുള്ള കയറ് രമ്യേച്ചി തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഇനി അടുത്ത ചെക്കപ്പ് എന്നാണ് രമ്യേച്ചി എന്ന് രുക്കു അങ്ങനെ ചോദിക്കുകയാണ്. രമ്യ ഇപ്പൊ പറയുന്നുണ്ട്, 20-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതെന്ന്. മുകുന്ദനപ്പ പറയാണ്, അതിനിപ്പോ 21-ാം തീയതി തന്നെ പോവണമെന്നൊന്നുമില്ല, അടുത്ത മാസം പോയാലും മതിയല്ലോ എന്ന് മുകുന്ദൻ പറയുമ്പോ രുക്കു വീണ്ടും രമ്യയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ രമ്യേച്ചി മുകുന്ദേട്ടന് ഒരു താല്പര്യമില്ലാത്തതുപോലെ? അല്ല, നിങ്ങൾ എത്ര നാളായിട്ട് മരുന്ന് കഴിക്കുകയാണ്? ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ശരിക്കും നിങ്ങളിൽ ആർക്കാണ് കുഴപ്പം? വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും നടക്കും. കുട്ടിയുണ്ടാവാത്തത് ആരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരും നാളും വെച്ച് ഇനി അവിടെ പോകുമ്പോൾ പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തൊക്കെയായാലും മരുന്നും മന്ത്രവും വേണമെന്നാണല്ലോ പറയുന്നത് എന്ന് രുക്കു പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ മുകുന്ദേട്ടൻ പിറകോട്ടാണ്. ഒരിക്കലും സമയത്ത് കഴിക്കില്ല, ഞാൻ കൂടെ നടന്ന് ഓർമ്മിപ്പിക്കണം. പക്ഷേ ഞാൻ കൃത്യമായി കഴിക്കാറുണ്ട് എന്ന് രമ്യ അങ്ങനെ പറയാണ്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നുണ്ട്. ഇവര് പറയുന്നതെല്ലാം മാറി നിന്ന് നോക്കുകയാണ് മഞ്ജു. രുക്കു അപ്പോൾ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ എന്താ മുകുന്ദേട്ടനാണോ കുഴപ്പം? മരുന്ന് കഴിക്കാൻ മടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്നങ്ങനെ രുക്കു പറയാണ്. മഞ്ജു അപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സംഗതി ചൂടുപിടിച്ചു തുടങ്ങിയെന്ന്. മുകുന്ദനാണെങ്കിൽ രുക്കു പറയുന്നത് കേട്ട് ദേഷ്യം വന്ന് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? നീ അച്ചുവിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അതിനെന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? മുകുന്ദേട്ടന്റെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്നങ്ങനെ രുക്കു പറയുമ്പോ രമ്യ ചോദിക്കുന്നുണ്ട്, രുക്കു എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നതെന്ന്. മുകുന്ദനപ്പ പറയാണ്, ഇവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് രമ്യേ എന്നങ്ങനെ പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിൽ കണ്ട കുഞ്ഞെന്ന സ്വപ്നമാണ് നടക്കാതെ പോയത്. എങ്കിലും ആണുങ്ങൾ അങ്ങനെയാണ്, അവരുടെ പിടിപ്പുകേടും കഴിവുകേടും ആരെങ്കിലും മനസ്സിലാക്കിയാൽ കലി തുള്ളാൻ തുടങ്ങും എന്നങ്ങനെ രുക്കു പറയുമ്പോൾ മുകുന്ദന് കൂടുതൽ ദേഷ്യം വരികയാണ്. ആർക്കാടി പിടിപ്പുകേടും കഴിവുകേടും? എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയണം. ആർക്കാടി കഴിവുകേട് എന്ന് മുകുന്ദൻ അങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു ഇപ്പോ പ്രശ്നം ചൂടുപിടിച്ചെന്ന് അറിയുന്നതോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. രുക്കു ആണെങ്കിൽ മുകുന്ദനെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾക്കാണ് കഴിവുകേട് എന്നങ്ങനെ പറയുന്നതും മുകുന്ദൻ രുക്കുവിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, ആണുങ്ങളോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ തിരിച്ചു പറയുന്നുണ്ട്, അതിന് ആണാണെങ്കിലല്ലേ, നിങ്ങളൊരു ആണായിരുന്നെങ്കിൽ കുട്ടി ഉണ്ടാവുമായിരുന്നു, ഇതിപ്പോ ആണുമല്ല പെണ്ണുമല്ല എന്ന് രുക്കു അങ്ങനെ പറയുന്നതും മുകുന്ദൻ ദേഷ്യം വന്ന് രുക്കുവിന്റെ ചെകിടത്തടിക്കുകയാണ്. മുകുന്ദൻ എന്നിട്ട് പറയുന്നുണ്ട്, നിർത്തടി, ഇനി ഇമാതിരി വർത്തമാനം ഇവിടെ കേട്ടു പോകരുത് എന്നങ്ങനെ പറയുന്നതും രുക്കു പറയുന്നുണ്ട്, ഇനി തല്ലിയതുകൊണ്ട് സത്യം സത്യമല്ലാതാവുമോ? രമ്യേച്ചിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഒരാണല്ലെന്ന് ഞാൻ ഇനിയും പറയും, നിങ്ങളൊരാണല്ല അല്ല എന്ന് ഞാൻ ഇനിയും പറയുമെന്ന് രുക്കു അങ്ങനെ വീണ്ടും വീണ്ടും പറയാണ്. മുകുന്ദനാണെങ്കിൽ ദേഷ്യം വന്ന് കലിയടക്കാനാവാതെ രുക്കുവിന്റെ കരണത്ത് വീണ്ടും അടിക്കുകയാണ്. രമ്യ അപ്പോ മുകുന്ദനെ പിടിച്ചു മാറ്റുന്നുണ്ട്, വേണ്ട എന്നൊക്കെ പറയാണ്. രുക്കു അപ്പൊ മുകുന്ദനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വീണ്ടും തല്ലിയല്ലേ, കാണിച്ചു തരാം ഞാൻ, നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രുക്കു റൂമിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോയി രുക്കു ആണെങ്കിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പ്ലാൻ സക്സസ് ആയെന്ന രീതിയിൽ ചിരിക്കുകയാണ്. അതിനുശേഷം രുക്കു CIയെ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ CIയും പോലീസുകാരും കൂടി ചേർന്ന് അമ്പാട്ടിലേക്ക് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനായി പോവുകയാണ്. പോലീസുകാരെ കാണുന്നതും രമ്യ ആകെ ഭയക്കുന്നുണ്ട്. മുകുന്ദേട്ട പോലീസ് എന്ന് പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, വിളിച്ചു കാണും, വരട്ടെ അവര്, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറയാണ്. രുക്കു CIയോട് പോയി സംസാരിക്കുന്നുണ്ട്. മേഡം, ഞാനാണ് നിങ്ങളെ ഫോൺ ചെയ്തത് എന്ന് പറയാണ്. CI അപ്പൊ ചോദിക്കുന്നുണ്ട്, ആരാണ് മുകുന്ദൻ എന്ന്. മുകുന്ദനപ്പ ഞാനാണെന്ന് പറയാണ്.
CI അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇവിടെ ഒരു ഗാർഹിക പീഡനം നടന്നുവെന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഈ കുട്ടിയെ തല്ലി ചതച്ചുവല്ലേ എന്ന് CI അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് ശരിക്കും തല്ലി മാഡം, എന്റെ കവിളത്തും മാറി മാറി തല്ലി, കഴുത്തിന് കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി എന്നങ്ങനെ രുക്കു പറയുന്നതും ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജുവും അവിടെ തന്നെ നിൽക്കുകയാണ്. രമ്യ അപ്പൊ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മാഡം എന്ന് CI അപ്പൊ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാ എന്ന് രമ്യ അപ്പൊ പറയാണ് ഇദ്ദേഹം എന്റെ ഭർത്താവാണ് എന്നങ്ങനെ പറയാണ്. മഞ്ജുവിനെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് CI മാഡം ചോദ്യം ചെയ്യുന്നുണ്ട് ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടാണോ മർദ്ദിച്ചത് എന്ന് CI ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് ഇല്ല, ഇയാൾ മാത്രമാണ് എന്നെ തല്ലിയത്, മുഖത്ത് മാറി മാറി അടിച്ചു എന്ന് പറയുമ്പോൾ CI മാഡം മുകുന്ദനോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി പറയുന്നതെല്ലാം ശരിയാണോ, നിങ്ങൾ ഈ കുട്ടിയെ തല്ലിയോ യെസ് ഓർ നോ എന്ന് ചോദിക്കുകയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട് അതെ മാഡം എനിക്ക് തല്ലേണ്ടി വന്നു എന്ന് പറയാണ്. CI അപ്പൊ പറയുന്നുണ്ട് എനിക്കിത് മാത്രം അറിഞ്ഞാൽ മതി, ഇതൊരു ഗാർഹിക പീഡനമാണ്, ഞാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്, രുക്കു സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് തരണം, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് മുകുന്ദനെയും വിളിച്ചുകൊണ്ട് CI പോലീസ് ജീപ്പിലേക്ക് കയറാൻ പോവുകയാണ്. ഉമ്മയാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ചുകൊണ്ട് കരഞ്ഞങ്ങനെ പറയുന്നുണ്ട് മാഡം ഇദ്ദേഹത്തെ കൊണ്ടുപോകരുത്, SI അച്ചുവിന്റെ വീടാണിത്, SI അച്ചുവിന്റെ ചേട്ടനാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും CI ചോദിക്കുന്നുണ്ട് അതിന് ഞാനെന്ത് വേണം, എന്നതുപോലെ തിരിച്ചു പോകണം എന്നാണോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വന്ന് മര്യാദയ്ക്ക് വണ്ടിയിൽ കയറിയെന്ന് CI അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും രമ്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പ്ലീസ് മാഡം മുകുന്ദേട്ടനെ കൊണ്ടുപോകരുത്, അഡ്വക്കേറ്റ് അർച്ചന ഇദ്ദേഹത്തിന്റെ ചേച്ചിയാണ്, അവര് വന്ന് നേരിട്ട് മുകുന്ദേട്ടനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുമെന്ന് പറയുമ്പോൾ CI പറയുന്നുണ്ട് ഇത്രയും നേരം ഞാൻ നോക്കി നിൽക്കണോ, ഗാർഹിക പീഡന കേസിലെ പ്രതിയാണ് നിങ്ങളുടെ ഭർത്താവ്, ഇയാളെ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ് CI മുകുന്ദനെയും വിളിച്ചുകൊണ്ട് പോലീസ് ജീപ്പിൽ കയറാനായി പോവുകയാണ്. രമ്യാണെങ്കിൽ മുകുന്ദേട്ടനെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് ജീപ്പിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. ഞാൻ മുകുന്ദേട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, രുക്കു കംപ്ലൈന്റ് ഇല്ലെന്ന് പറ, ദയവ് ചെയ്ത് പരാതി ഇല്ലെന്ന് പറയൂ രുക്കു എന്ന് പറഞ്ഞ് രമ്യ അങ്ങനെ കൈകൂപ്പിക്കൊണ്ട് രുക്കുവിനോട് കരയാണ്. രുക്കു ആണെങ്കിൽ ഒന്നും പ്രതികരിക്കാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ രമ്യയെ ജീപ്പിന് മുന്നിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. ഇതിലൊരു പോലീസ് രമ്യയെ പിടിച്ചു തള്ളുന്നതും മുകുന്ദൻ പറയുന്നുണ്ട് അവളെ ഒന്നും ചെയ്യരുത് എന്ന്. അങ്ങനെ പോലീസുകാർ മുകുന്ദനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. രമ്യാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. മഞ്ജു ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. മുകുന്ദനെ കൊണ്ടുപോകുന്നതും രുക്കു പുറത്തേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം രമ്യ അപ്പൊ തന്നെ ഫോൺ എടുത്ത് അച്ചുവിനെ വിളിക്കുന്നുണ്ട്. അച്ചു നീ എവിടെയാണ്, ജോലിക്ക് കയറിയോ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് രമ്യ അങ്ങനെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട് ഞാൻ SP ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്, ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അച്ചു ഫോൺ കട്ട് ചെയ്യാണ്. വഴിയും അടഞ്ഞുപോയി എന്ന് കരുതി രമ്യ അങ്ങനെ സ്വയം പറയുന്നുണ്ട് വേണ്ട ആരും സഹായിക്കണ്ട എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനുശേഷം രുക്കു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയാണ്. സംഭവം നടക്കുമ്പോൾ എന്നെ തല്ലിയ ഈ ചേട്ടനും അയാളുടെ ഭാര്യയും പിന്നെ മറ്റൊരു ചേച്ചിയും ഞാനും മാത്രമാണ് ഉണ്ടായിരുന്നത്, 2 സാക്ഷികളാണ് ഇതിലുള്ളത് എന്ന് രുക്കു അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വരുന്നുണ്ട്. അച്ചു വരുന്നതും വേഗം തന്നെ മുകുന്ദന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട് സാറിനെ CI മാഡം വിളിക്കുന്നു എന്ന് പറയാണ്. അച്ചു അപ്പോൾ മുകുന്ദനോടൊന്നും സംസാരിക്കാൻ കഴിയാതെ രുക്കുവിനെ അങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. രുക്കു അപ്പോൾ പരാതി എഴുതിക്കൊണ്ടിരിക്കുന്ന പോലീസിനോട് പറയുന്നുണ്ട് എന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്റെ ഭർത്താവിന്റെ ചേട്ടൻ എന്ന് പറയുന്നതും അച്ചു അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. അച്ചുവിനോട് CI മാഡം ചോദിക്കുന്നുണ്ട് SP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തോ എന്ന്. അച്ചു അപ്പൊ പറയുന്നുണ്ട് ചെയ്തു മാഡം, പിന്നെ മാഡം പുറത്തു നിൽക്കുന്നത് എന്റെ ചേട്ടനാണ് എന്നങ്ങനെ പറയുന്നതും CI പറയുന്നുണ്ട് ഏട്ടനും അനിയനൊക്കെ അങ്ങ് വീട്ടില് ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് വന്നതാണ്, CI അറസ്റ്റ് ചെയ്ത പ്രതിയോട് SI അധികം സംസാരിക്കണ്ട പറയാനാണ് ഞാനിപ്പോൾ അച്ചുവിനെ വിളിച്ചത് എന്ന് CI അങ്ങനെ പറയുമ്പോൾ അച്ചു തിരിച്ചു പറയുന്നുണ്ട് മാഡം ഞാനും ഈ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഓഫീസറാണ് എന്നങ്ങനെ പറയുമ്പോൾ CI പറയുന്നുണ്ട് ചുവച്ച യൂണിഫോം ഇന്നെടുത്തിട്ടതല്ലേ ഉള്ളൂ, സീനിയർ ഓഫീസറെ അനുസരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പാഠം എന്ന് CI പറയുന്നതും അച്ചു തിരിച്ചൊന്നും പറയാതെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും രമ്യ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഓടിപ്പിടഞ്ഞുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് എത്തുകയാണ്. മുകുന്ദനെ കാണുന്നതും അർച്ചന പറയുന്നുണ്ട് മോനെ രമ്യ വിളിച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്നങ്ങനെ പറയാണ്. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന രുക്കുവിനെ കാണുന്നത്. രുക്കു ആണെങ്കിൽ പരാതി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താണ് രുക്കു ഇതൊക്കെ എന്നങ്ങനെ ചോദിക്കുകയാണ്. രുക്കു ആണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ പോലീസ് മാഡത്തിനോട് ചോദിക്കുന്നുണ്ട് മാഡം ഇനി ഞാൻ ഇതിൽ ഒപ്പിട്ടാ മതിയോ എന്ന്. പിന്നീട് രുക്കു ആ പരാതി പേപ്പറിൽ അങ്ങനെ ഒപ്പിടുകയാണ്. അർച്ചന അപ്പൊ മുകുന്ദൻ
അർച്ചനയോട് പറയുന്നുണ്ട് ഞാൻ CI മേഡത്തെ കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ അർച്ചന CI മേഡത്തോട് ഗുഡ് മോർണിംഗ് മേഡം, ഞാൻ അഡ്വക്കേറ്റ് അർച്ചന, മുകുന്ദൻ എന്റെ ബ്രദറാണ് എന്നങ്ങനെ അർച്ചന പറയുന്നതും CI പറയുന്നുണ്ട് ഗാർഹിക പീഡനമാണ്, അതിന് ജാമ്യം കിട്ടില്ലെന്ന് വക്കീൽ മേഡത്തിന് അറിയില്ലേ, അയാളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുകയാണെന്ന് CI അങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വനിതാ പോലീസും രുക്കും കൂടി എഴുതിയ പരാതിയുമായിട്ട് വരികയാണ്. അർച്ചന വീണ്ടും CIയോട് പറയുന്നുണ്ട് മാം, സാധാരണ വീട്ടില് ഒരു കുടുംബ പ്രശ്നമാണിത്, തമ്മിലൊരു സംസാരമുണ്ടായിട്ട് അത് കൈവിട്ടു പോയതാണ്, ഈ വിഷയം ഒത്തുതീർപ്പാക്കിക്കോളാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ CI ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ റിട്ടേൺ കംപ്ലൈന്റ് ഞാൻ എന്ത് ചെയ്യണം, പരാതിയില്ലെന്ന് ഈ കുട്ടി എഴുതി തന്നാൽ ഞാൻ പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്തോളാമെന്ന് CI അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ രുക്കുവിനോട് പറയുന്നുണ്ട് രുക്കു പരാതിയില്ലെന്ന് എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ രുക്കു CIയോട് പറയുന്നുണ്ട് എനിക്ക് പരാതി ഉണ്ട് മേഡം, ഇത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക്, പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിലും എൻ്റെ തല ആകെ മരവിക്കുകയാണ്, ഇത്ര ശക്തമായിട്ടാണ് എനിക്ക് അടി കിട്ടിയത്, ആശുപത്രിയിൽ പോയാൽ എന്നെ എന്തായാലും അവിടെ അഡ്മിറ്റ് ആക്കും, അതുകൊണ്ട് എനിക്ക് പരാതിയുണ്ട്, എൻ്റെ കാര്യം ഞാൻ എന്തായാലും മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞു, എന്നെ അടിച്ചതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ മുകുന്ദൻ തന്നെ തല്ലിയ വീഡിയോ ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ് CI സാറിന്. അതിനുശേഷം CI പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട് അച്ചു, ഈ പ്രതിയെ നിങ്ങൾ തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് ASI വിടാമെന്ന്. CI ഇപ്പൊ പറയാണ് ില്ല, ASIക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, ഇതിന് അച്ചു തന്നെ പോവണമെന്ന് പറയാണ്. അച്ചു ആണെങ്കിൽ നിവർത്തികേട് കൊണ്ട് പോവാമെന്ന് പറയുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ മുകുന്ദനോട് പറയുന്നുണ്ട് ഞാൻ കോടതിയിലേക്ക് വന്നേക്കാമെന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷിക്കുകയാണ് രുക്കു. CI വീണ്ടും അച്ചുവിനോട് പറയുന്നുണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്, അങ്ങനെ സഹായിച്ചാൽ അടുത്തത് ചിലപ്പോൾ സസ്പെൻഷൻ മാത്രമായിരിക്കില്ല എന്നങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടനെ രക്ഷപ്പെടുത്തും, പക്ഷേ ഞാനത് ചെയ്യില്ല, അത് മേഡത്തിന്റെ സസ്പെൻഷൻ ഭീഷണി കൊണ്ടുവന്നുമല്ല, ഒരു പോലീസുകാരൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ CI അകത്തേക്ക് പോകുന്നുണ്ട്. കുന്ദനെ പോലീസ് ജീപ്പിൽ കയറ്റിയതിനു ശേഷം അച്ചു രുക്കുവിനോട് പറയുന്നുണ്ട് രുക്കു, നീയൊരു ആയുധം മാത്രമാണെന്ന് എനിക്കറിയാം, പ്രയോഗിച്ച കൈ വേറെയാണ്, ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും, നീ ഓർത്തുവെച്ചോ എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ മുകുന്ദനെയും കൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ മുകുന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുകയാണ് കോടതിയിൽ. അങ്ങനെ അച്ചു മുകുന്ദനെ കോടതിയിൽ കൊണ്ടുവരുന്നുണ്ട്. കോടതിനകത്തേക്ക് പോവാനായി നിൽക്കുന്നതും വിജയ് ശങ്കർ അവരെ തടയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മുകുന്ദ, നിനക്കെന്റെ പെങ്ങളെ തല്ലണമല്ലേ, എന്നോട് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചിട്ട് ഇവനെ കൊണ്ടുപോയാൽ മതി, ഇവൻ ആരാണ് എന്റെ പെങ്ങളെ തല്ലാൻ എന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട് വേണ്ട, കോടതിക്ക് മുന്നിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾക്കെതിരെ എനിക്ക് പരാതി കൊടുക്കേണ്ടി വരുമെന്ന് അച്ചു അങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. അച്ഛൻ എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട് അച്ചു, നീ മുകുന്ദനെയും കൊണ്ട് കോടതിയിലകത്തേക്ക് പോ എന്നങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട് ആ ചെല്ല്, ഞാനും വരുന്നുണ്ട്, കേസ് വെറുതെ ആവില്ലെന്ന് വക്കീലിനും SIക്കും അറിയാമല്ലോ, നോൺ ബെയിൽ ഒഫൻസ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ അവരെ പേടിപ്പിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.